ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നെയ്യാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാടയാണിത്. അപ്പം നെയ്യ് ഉണ്ടാക്കാനായിട്ട് പാൽപ്പാടയും അതേമാതിരി തണുത്ത വെള്ളമാണ് വേണ്ടത്. കുറച്ചധികം തണുത്ത വെള്ളം വേണം. അപ്പം ഞാൻ അതിൽ കുറച്ച് പാൽപ്പാട എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ വലിയ ജാറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാൽപ്പാട എടുത്തിട്ടേ അടിക്കാൻ പാടുള്ളൂ. ഞാനപ്പോൾ ആദ്യ സെറ്റ് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെണ്ണ പൊന്തി വരും. അപ്പോൾ ഈ വെണ്ണ ഞാൻ വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വെണ്ണ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ പാൽപ്പാട സൂക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അന്ന് മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴോട്ടോ ബാക്കി എവിടേക്കെങ്കിലും മാറ്റി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ മുഴുവൻ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ കുറച്ചും കൂടി തണുത്ത വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നെയ്യിനൊരു പാലിൻ്റെയൊക്കെ മണമായിരിക്കും. നമ്മൾ ആദ്യം തന്നെ തണുത്ത വെള്ളത്തിലോട്ടാണ് ഒഴിക്കണത്. അപ്പം തന്നെ അത്യാവശ്യം പാലിൻ്റെയൊക്കെ മണം മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇത് കഴുകിയെടുക്കുന്നു. അപ്പം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ വെണ്ണ ഒന്ന് ഇനി ഉരുകി വരണം. ആദ്യം ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ വെണ്ണ ഉരുക്കി തുടങ്ങുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിലാക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 2-3 അല്ലി കറിവേപ്പില ഇടുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നെയ്യിൻ്റെ പാകം അറിയാനും പിന്നെ നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ കറിവേപ്പില മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫാക്കാം. പിന്നെ ഇത് ആറിയതിന് ശേഷം അപ്പം തന്നെ ഏതെങ്കിലും പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. താങ്ക്